Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണ വിഷയത്തിൽ തങ്ങളുടെ റോൾ റെയിൽവേ ഭംഗിയാക്കി. തുരങ്കത്തിന്റെ നിർമ്മാണം ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ അപ്രോച്ച് റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന നിലപാടാണ് റെയിൽവേ കൈക്കൊള്ളുന്നത്. ഇവിടെ ഒരു വലിയ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതായി കാണപ്പെടുന്നു. റെയിൽ പാളത്തിന്റെ അടിഭാഗത്ത് നിന്ന് മണ്ണൊലിപ്പ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിനാണ് പ്രദേശം കാത്തിരിക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങാടിക്കടവ് അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമ്പോൾ ആഹ്ലാദത്തിലായിരുന്നു പ്രദേശവാസികളും യാത്രക്കാരും. പണി നടത്തുന്നത് റെയിൽവേ ആയതിനാൽ അത് കുറ്റമറ്റ തരത്തിലായിരിക്കുമെന്ന വിശ്വാസവും അവർക്ക് ഉണ്ടായിരുന്നു. അടിപ്പാത സ്വപ്നം കണ്ട് മാസങ്ങളായി നാട്ടുകാർ യാത്രാ ദുരിതം അനുഭവിച്ചു. എന്നാൽ തങ്ങൾക്ക് വേണ്ട തുരങ്കം നല്ല രീതിയിൽ നിർമ്മിച്ച ശേഷം തുരങ്കത്തിനിരുവശത്തുമുള്ള അനുബന്ധ പ്രവർത്തനങ്ങളിൽ റെയിൽവേ അലംഭാവം പുലർത്തുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അണ്ടർ പാസേജിന്റെ ഇടതുവശത്ത് ഉള്ളായ സൈഡ് മണ്ണ് ഒലിച്ചു പോയി ഇടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു മണ്ണ് റോഡിലേക്ക് വരാത്ത രീതിയിൽ ഒരു സൈഡ് വാൾ കെട്ടേണ്ട അത്യാവശ്യമുണ്ട്. പക്ഷേ അത് കെട്ടിയിട്ടില്ല. അത് കെട്ടും എന്നാണ് ഇത് പണി തുടങ്ങിയ സമയത്ത് കോൺട്രാക്ട് പറഞ്ഞത്. പക്ഷേ അത് കെട്ടിയിട്ടില്ല. ഒരു സമയത്ത് ആ മണ്ണ് മൊത്തം ഇടിഞ്ഞ് ഈ റോഡിലേക്ക് വന്ന് ഇവിടെയുള്ള പോകുന്ന വാഹനങ്ങൾക്കും ഒക്കെ യാത്രാ ദുരിതം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. അത് ചെയ്ത് തരണം. അതല്ല ഈ അണ്ടർ പാസേജിൻ്റെ പണിയൊക്കെ കറക്റ്റ് തന്നെ, അതൊക്കെ സ്ട്രോങ്ങാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പണികളെല്ലാം കോൺട്രാക്ടർ ഇഷ്ടത്തിന് ചെയ്തേക്കാണ് മൊത്തമായിട്ട്. അത് ഈ റോഡിന് ഭീഷണിയാണ്, ഈ നാട്ടുകാർക്കും ഭീഷണിയാണ്. അത് എങ്ങനെയും ചെയ്ത് തരാണ്ട് പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. അപ്രോച്ച് റോഡിനായി മണ്ണെടുത്തപ്പോൾ തുരങ്കത്തിന്റെ മറുഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വൻ മതിൽ ഇടിഞ്ഞു വീഴൽ ഭീഷണിയിലായി. മതിലിനടിയിലെ കരിങ്കൽ കെട്ടിൽ നിന്ന് കല്ലുകൾ ഇളകി വീണുകൊണ്ടിരിക്കുകയാണ്. മതിലിനോട് ചേർന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ വടം കെട്ടിയും മറ്റും താങ്ങി നിർത്തിയിരിക്കുന്നതും കാണാം. മഴ പെയ്ത് കുതിർന്ന് മതിലിടിഞ്ഞാൽ പറമ്പിലെ മണ്ണിനൊപ്പം വൻ മരങ്ങളും പോസ്റ്റുകളുമെല്ലാം റോഡിലേക്ക് പതിക്കും. ഇത് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പീച്ചാനിക്കാട്, പുളിയനം, പാറക്കടവ്, മാള തുടങ്ങി ഉള്ള സ്ഥലത്തുള്ള ആളുകളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു പീച്ചാനിക്കാട് അങ്ങാടിക്കടവ് അണ്ടർ പാസേജ്. ഒരു വർഷം മുമ്പ് ഈ പാസേജിൻ്റെ പണി ആരംഭിക്കുകയും അതിനെ തുടർന്ന് അന്ന് ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ, മഴ സമയത്താണ് പണി ആരംഭിച്ചത്. ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ റെയിലിൻ്റെ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവർ കിട്ടിയ സ്ഥലത്തിട്ട് അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം മാറ്റി അണ്ടർ പാസേജിൻ്റെ പണി അവർ തീർത്തു. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം അത്രയും കാര്യം സേഫായി, നല്ല കാര്യം. അതിനുശേഷം ഇതിനോടുള്ള അപ്രോച്ച് റോഡ് കട്ട് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ സാവധാനം മെല്ലെ പോക്ക് രീതിയിൽ ഈ പണികൾ വന്നപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടുകാർ വിചാരിച്ചത് റെയിൽവേയുടെ പണി എന്ന് പറയുന്നത് മറ്റേത് പണികളേക്കാളും സുരക്ഷിതത്വവും ഉറപ്പുമുള്ള ഒരു പണിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടെ പൊതുജനങ്ങൾ എല്ലാ ആളുകളും കൂടി പ്രക്ഷോഭണം ആരംഭിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ പണി തീർക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാര്യം, നാളെ തുടങ്ങി ഈ വണ്ടികളൊക്കെ പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ അങ്കമാലിക്ക് പോകുന്നത്. നേരത്തെ ഇതൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത്, ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ഒരു മതിലാണ്. ഈ മതിലിങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് വീണ്ടും ഈ പണി നിർത്തുവാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ ഈ റോഡ് പണിയുകയും അത് ടാറിങ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷനൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ നിരത്തി വിടുന്ന ഈ കാര്യങ്ങൾ ടാറിങ്ങിൻ്റെ കേസിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. 5.5 മീറ്റർ കഴിഞ്ഞ് വരുന്ന ഭാഗം
പഴയതുപോലെ നിലനിർത്തുമെന്ന് പറയണേ. ഇവിടെ ഏകദേശം 2, 3, 4 മീറ്ററോളം ഹൈറ്റുള്ള മതിലുണ്ട്. ആ മതിലിൻ്റെ അടിഭാഗം ഫൗണ്ടേഷനൊന്നും കറക്റ്റല്ല. 3, 4, 5 മരം, 2 ഇലക്ട്രിക് പോസ്റ്റ്, ഇതെല്ലാം ഒരു മഴ വരുമ്പോൾ മറിഞ്ഞു വീഴാവുന്ന പാകത്തിനാണ്. ഇനി മഴയത്ത് ഇത്രയും നാൾ മഴ പെയ്തിട്ടും വീണില്ല എന്ന് കരുതി നാളെ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ വളരെ വെയിറ്റുള്ള ടന്നേജുള്ള വണ്ടികൾ ഓടുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം ഇടിഞ്ഞു വീഴും. ഇത് വളരെ അപകടം നിറഞ്ഞ രീതിയാണ്. അതിന് വേണ്ട ഒരു സുരക്ഷിതത്വം കൂടി ഈ റോഡ് പണിയിൽ ഉണ്ടാകണം. അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വളരെ വിഷമത്തിനും അപകട സാധ്യതയുമുള്ള കാര്യമാണെന്നുള്ളതാണ് പൊതുവേ ഉള്ള എല്ലാവരുടെയും അഭിപ്രായം. ഞങ്ങൾക്കിത് എത്രയും വേഗം തീർന്നു കിട്ടുക എന്നുള്ളത് ആഗ്രഹമാണെങ്കിലും അത് ഞങ്ങളുടെ സുരക്ഷിതത്വത്തോടെയും കണക്കിലെടുത്ത് വേണം ഈ പണികൾ ചെയ്യാനെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണക്കിലെടുക്കണമെന്നും അത് കണക്കിലെടുത്ത് അതിൻ്റെ എല്ലാ മേഖലകളും ഞങ്ങളിവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കോൺട്രാക്ടർ മാത്രം എന്തൊക്കെയോ മറുപടി പറയും. കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി തീർന്നു, നേരത്തെ പറഞ്ഞ റൂഫിംഗ് ഇല്ല, എല്ലാ എസ്റ്റിമേറ്റിലുണ്ടായിരുന്ന ഒന്നുമില്ല എന്നാണ് പറയാൻ സാധിച്ചത്. ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഉണ്ടാകുമെന്ന് റെയിൽവേ ആദ്യം ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ റെയിൽവേ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും പറയപ്പെടുന്നു. അങ്കമാലി നഗരസഭയിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടേതാണ് മതിൽ എന്നതിനാൽ ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. തുരങ്കത്തിന്റെ ഒരു ഭാഗത്ത് റെയിൽ പാളത്തിന്റെ അടിയിൽ നിന്നു പോലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. ഈ മണ്ണും വെള്ളവുമെല്ലാം അടിപ്പാതയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. പാളത്തിനടിയിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ട്രെയിനുകൾക്ക് പോലും ഭീഷണിയാകാൻ സാധ്യതയുള്ളതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അടിപ്പാത നിർമ്മാണത്തിലെ അപാകതകളും മെല്ലെപ്പോക്കും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ബെന്നി ബെഹന്നാൻ MP-യും റോജി M. ജോൺ MLA-യും അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും റെയിൽവേ ഉദ്യോഗസ്ഥരും അടിപ്പാത സന്ദർശിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മുൻകൈയെടുത്ത് റെയിൽവേ അധികാരികൾക്ക് കത്തു നൽകിയതായും യാത്രക്കാരുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് നാട്ടുകാർ ഉയർത്തുന്ന ആശങ്കകളും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും BJP മണ്ഡലം പ്രസിഡന്റ് N. മനോജ് പറഞ്ഞു. നമുക്കറിയാം, അങ്കമാലിയിലെ വലിയ വികസനത്തിൻ്റെ ഭാഗമായി മാറാൻ പോകുന്ന അങ്കമാലി അങ്ങാടിക്കടവ് അണ്ടർ പാസേജ് നമുക്കറിയാം പാറക്കടവ് പഞ്ചായത്തിലേക്കും അതേപോലെ അങ്കമാലി മുനിസിപ്പാലിറ്റിയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് നിരവധി ഗ്രാമങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അങ്കമാലി പട്ടണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഈ അണ്ടർ പാസേജ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരവസരത്തിൽ വളരെ മെല്ലെ പോകുന്ന ഒരവസ്ഥയുണ്ടായ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സംസ്ഥാന ഉപാധ്യക്ഷ, അങ്കമാലിയിൽ വന്ന സമയത്ത് ഈ പ്രശ്നം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരടക്കമുള്ള മണ്ഡലം നേതാക്കളും അതേപോലെ സംസ്ഥാന കാര്യകർത്താക്കളും എല്ലാം തന്നെ വന്ന് ഈ സ്ഥലം കാണുകയും അതിൻ്റെ അത്യാവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒപ്പുശേഖരണം നടത്തി അത് തിരുവനന്തപുരത്ത് സെക്ഷൻ ഓഫീസിലേക്ക് എത്തിക്കുകയും ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റോഡ്, അതിൻ്റെ ചില പോരായ്മകളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും അതെല്ലാം കാണിച്ച് അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കത്ത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അങ്കമാലിയിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ സമരരംഗത്ത് വരികയും എല്ലാം ചെയ്തു. ജനോപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്, എല്ലാ രാഷ്ട്രീയക്കാരും ഇടപെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വശത്തുള്ള മതിൽ വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു 10 മീറ്ററോളം ഭാഗത്ത് 20 അടിക്ക് മുകളിൽ മതിൽ നിൽക്കുന്നു. അതിനോട് ചേർത്ത് മണ്ണെടുത്തിരിക്കുകയാണ്. അതേപോലെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് അത് വടം കെട്ടി നിർത്തിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കുറ്റവിമുക്തമാക്കിക്കൊണ്ട് വളരെ സുരക്ഷിതമായ രീതിയിൽ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളൊരാവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഈ സമയത്ത് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ കോൺട്രാക്ടറോടാണെങ്കിലും അതേപോലെ നമ്മൾ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഇതിൻ്റെ ട്രിവാൻഡ്രം ഓഫീസിലേക്ക് ഒരു അപേക്ഷയും കൂടി വയ്ക്കും. കാരണം ഇതിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ ഈ പറയുന്ന മണ്ണ് ഒലിച്ചു പോയിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതേപോലെ ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഏതാണ്ട് 20 അടി പൊക്കത്തോളം വരുന്ന ഒരു മതിൽ 10 മീറ്ററോളം നിലനിൽക്കുന്നു. അതിനെല്ലാം ഒരു ബേസ് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ളൊരു കാര്യം ഭാരതീയ ജനതാ പാർട്ടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. ആ കുറ്റവിമുക്തമായ രീതിയിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ അത്യാവശ്യമായ രീതിയിൽ തന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം. അങ്ങാടിക്കടവ് അടിപ്പാത എന്നത് യാത്രക്കാരുടെ ചിരകാല അഭിലാഷമാണ്. അടിപ്പാത തുറന്നു നൽകുന്നതിനൊപ്പം ജനങ്ങളുടെ സുരക്ഷിതത്വവും ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണമെന്ന് നഗരസഭാ കൗൺസിലർമാരായ AV രഘുവും സന്ദീപ് ശങ്കറും ആവശ്യപ്പെടുന്നു. ഏറെ നാളത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ പരാതിയും ആശങ്കയുമായിരുന്ന നമ്മുടെ അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കുമെന്നുള്ളൊരു അറിയിപ്പാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വന്ന് ഈ വഴി പരിശോധിക്കുന്ന സമയത്ത് അതീവ ഗുരുതരമായ രീതിയിൽ കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ലാത്ത റോഡുകൾ, ചെളി ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും. ലോഡ് കണക്കിന് ചെളി പരിസര പ്രദേശത്ത് കൊണ്ട് മണ്ണ് കൂടെ കൊണ്ട് കൂട്ടുന്നത്. ഇത് ഇനി ചുരുങ്ങിയ സമയത്തിനുള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു പറയുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ വളരെ ദുർഘടമായിട്ടുള്ളതും അപകട സാധ്യത നിറഞ്ഞതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പാലത്തിൻ്റെ തൊട്ട് അങ്ങേ വശത്ത് വളരെ ഉയരത്തിലുള്ള മതിൽ ഏത് നിമിഷവും നിലംപൊത്താവുന്ന തരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ KSEBയുടെ പോസ്റ്റ് നാം മറ്റെവിടെയും കാണാത്ത രീതിയിൽ പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടി ബലപ്പെടുത്തി നിർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പ്രായാധിക്യമുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിൽ ഇത്തരത്തിൽ വളരെ അപകടാവസ്ഥയിൽ ഇലക്ട്രിക് പോസ്റ്റ് കെട്ടി നിർത്തിയിരിക്കുകയും അതോടൊപ്പം തന്നെ ഇത്രയും കടുത്ത മഴ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതാണ്ട് 10-20 അടി ഹൈറ്റിൽ ഉയരത്തിൽ മതിൽ സ്ഥിതി ചെയ്യുന്നതാണ്. എന്നാൽ ഈ മതിലിൻ്റെ അടിഭാഗത്തുള്ള പാറക്കഷ്ണങ്ങൾ, മതിലിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ഇടിഞ്ഞു നിറങ്ങിയത് ഇപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ആ ഭാഗത്ത് ഈ മേൽപ്പാലത്തിൻ്റെ അങ്ങേവശത്ത് റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു വശത്തുകൂടെ മണ്ണൊലിച്ച് വീണ് വളരെ അപകടം, ഭാവിയിൽ പിന്നീടുള്ള അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടിപ്പാത താൽക്കാലികമായെങ്കിലും ഗതാഗതത്തിന് തുറന്നു നൽകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഇത് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും യാത്രക്കാരും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.